നമ്മള് വിശ്വമ വില്ലേജിലാട്ടാ. ഇവിടെ കയറിയപ്പോ തന്നെ നമ്മുടെ നാട്ടിലെ മറ്റേ അരി പഠിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ചെയ്യണുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കണ്ടിരിക്കാനൊക്കെ. ഇവരൊക്കെ നല്ല ഫ്രണ്ട്ലി ആട്ടാ. ഒരു ഹായ് ഒക്കെ കൊടുത്ത് തിരിച്ചു തരുമെന്ന് ഫ്രണ്ട്ലി ആണ്. വെച്ചാണെങ്കിൽ ഒന്നത്തിനെ കെട്ടിയോണ്ട് കേട്ടോ. എന്നാ വാ വിഷമ വില്ലേജിന് ഒറ്റ സൈഡ് കണ്ടിട്ട് വരാം. വീട്ടിൽ രാവിലെ 10 മണിയൊക്കെ ഇരിക്കുന്നു, ചോറ് വയ്ക്കുന്നു, കുളിക്കുന്നു. വീണ്ടും രാത്രി നാളെ പോയാ മതിയോ? ഇപ്പൊ പോയിട്ട് എന്താ കാര്യം? ക്രിസ്മസിന്റെ ഒരുക്കങ്ങളതിലൂടെ നോക്കിയേ. അപ്പൊ നമ്മളിത് വിശ്വ വില്ലേജിലെ ഒരു ചർച്ചിലാണ്. നോക്കിയ ഒരു രക്ഷയില്ല. നമുക്ക് അതിന്റെ അടുത്ത് കയറിയിട്ട് ചർച്ച ചെയ്യാം. നോക്കിയേ ക്രിസ്മസ് ആയെന്നൊക്കെ ഇവിടെ നമ്മൾ അറിയണത്. എന്താ ചെക്കെന്താ ഓടിപ്പോണ്ട് എന്താ ഇവിടെ തിന്നാൻ കൊണ്ടുവച്ച പോലെ പോയോ. ഹായ് പിള്ളേരുടെ ക്രിസ്മസിന്റെ കാര്യമുള്ള പാട്ട് സെറ്റ് ചെയ്യാണ്. നോക്കട്ടെ ഒരു ഭാഷ നമുക്ക് നോക്കാം. എന്താ വയലിനല്ലേ? വയലിൻ 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 സംഭവം. അപ്പൊ ഓക്കെ ടാറ്റാ. ഹായ്. നമ്മള് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇവിടെ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടിട്ട്. നമ്മള് നാട്ടിൽ നിന്ന് പെട്ടിയില് കെട്ടിപ്പൂട്ടി കൊടുന്ന കേട്ടോ ഈ ഗിഫ്റ്റ്. ഇപ്പൊ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഈ ചർച്ചിൽ കണ്ടപ്പോ നമുക്ക് വെക്കൊരാഗ്രഹം തോന്നുന്നുണ്ട്. വിശ്വമ വില്ലേജിലെ ആൾക്കാർക്ക് വേണ്ടിട്ട് നമ്മുടെ പക്ഷെ പള്ളിയാച്ച കണ്ട എന്തെങ്കിലും ഒന്ന് വിഷയം വില്ലേജിനോട് ചെന്നത്. ഇന്നലെ ഒരു ചങ്ങായി പറഞ്ഞത് ഇവരുടെ പൂർവികര് എവിടുന്ന് മംഗോളിയ സ്ഥലത്ത് നിന്ന് സൂക്ക് വാലിക്ക് വന്ന് സൂക്ക് വാലിയിൽ അവർ കൃഷി ചെയ്യാൻ നോക്കി. അവിടെ കൃഷി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ അവിടുത്തെ മലയൊക്കെ കാടൊക്കെ വെട്ടി തെളിച്ച് ഇങ്ങോട്ട് വിശ്വമ വില്ലേജിലേക്ക് വന്നു. ഇവിടെ നിന്നാണ് ഇവർ സ്പ്ലിറ്റായി പോയെന്നാണ് പറയുന്നത്. ഇപ്പോൾ കുറേ പഴക്കമുള്ളൊരു വില്ലേജാന്ന് തോന്നുന്നുണ്ട്. നോക്കി കാബേജ് ഉണ്ട് ഗൈസ്. കാബേജ് ചുമരിന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അമ്പോ നോക്കിയേ ഇവിടുത്തെ നമ്മളിവിടെ വാർപ്പ് പോലെ ഒന്നല്ല. ഇവിടുത്തെ സെറ്റപ്പ് പറഞ്ഞ ഷീറ്റുകളൊക്കെ വിരിച്ചേക്കാണ്. അതാണ് ഇവിടുത്തെ മേപ്പുരാന്ന് പറയണത്. മേപ്പുരാന്ന് പറയണത്. അതുപോലെ ചുറ്റും കണ്ട വിറകുകൾ എവിടെയുണ്ട് അവിടെയുണ്ട്. അത് ഇവിടുത്തെ ഈ തണുത്ത ക്ലൈമറ്റില് അവര് എന്താ പറയാ വിറകുകളൊക്കെ കളക്ട് ചെയ്ത് വെക്കുകയാണ്. വെച്ചാൽ നമ്മുടെ ഈ തണുത്ത ക്ലൈമറ്റില് ക്യാമ്പ് ഫയർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവര് കളക്ട് ചെയ്ത് വെച്ചേക്കാണ്. ആവശ്യത്തിന് എടുക്കുക, വെക്കുക, സെറ്റ് ചെയ്യുക. അപ്പൊ അതിനുവേണ്ടി മുൻകരുതലാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഈ വിറകൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചേക്കണതാണ്. അത് കാരണം അവിടെ എപ്പോഴും ഇതാവശ്യമുണ്ട്. എപ്പോഴും തണവാ. അതെ, ഈ സമയത്തൊക്കെ അത്യാവശ്യം തണുണ്ട്. ഇപ്പോഴും ഏകദേശം 4 മണി 4 കാലമായിട്ടുള്ളൂ കേട്ടോ. ഇരുട്ടാവാറായിട്ടുണ്ട്. ഇവിടുത്തെ രാവിലത്തെ ദൈർഘ്യം എന്ന് പറയുന്നത് വളരെ കുറവാണ്. 4 4:45 ആകുമ്പോഴേക്കും ഫുള്ള് ഇരുട്ടാവും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തണവ് ഇങ്ങനെ കേറി വരും. ആ വെയിലുണ്ട് പോയപ്പോ ഇട്ടിട്ട് ഇപ്പൊ തണവായിട്ടുണ്ട്. അതാണ് നമ്മള് ഹുഡീസും ജാക്കറ്റും മറ്റേ ഈ തൊപ്പിയൊക്കെ. പക്ഷെ ചെക്കന്റെ പ്രശ്നമല്ല കേട്ടോ ട്രൗസർ. തണവോ എന്താണ് തോൽപ്പിക്കുക. മേടിക്കും. പൈസ ഇല്ലാഞ്ഞിട്ടല്ല, സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പൈസ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ. തണുപ്പ് എനിക്ക് തണുപ്പില്ല. ഇതാണ് ഞങ്ങളുടെ പാർട്ട്ണർ. ഉണ്ടാ
എന്തൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് എന്റെ പൊന്നെ. ജിഷ്ണുവിന് ഇഷ്ടായിട്ടാ ഒരു നാട്ടിൽ കൊണ്ടുപോകും. മോൾക്ക് കല്യാണം കഴിഞ്ഞോണ്ട് അല്ലെങ്കിൽ കെട്ടിച്ചോടത്തേന്ന് ഭർത്താവ് ഇവന്. ഇപ്പൊ ഈ വരുന്ന വഴിക്കൊക്കെ ഇതുപോലത്തെ ബോർഡുകളൊക്കെ കാണാട്ടാ. അതായത് കീപ്പ് അവർ വില്ലേജ് ക്ലീൻ. അതായത് നമ്മൾ ഈ വേസ്റ്റും കാര്യങ്ങളൊന്നും ഒരിക്കലും ഈ ഭാഗത്തൊന്നും ഇടരുത്. അത്രയും വൃത്തിയിലും പ്രൊട്ടക്ട് ചെയ്തിട്ടും കൊണ്ടുവന്ന ഒരു വില്ലേജ് ആണ്. അതൊരിക്കലും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു ബോർഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വേസ്റ്റ് ഇടാൻ വേണ്ടിട്ട് ആണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ചെയ്യണം. നമ്മുടെ ഇപ്പൊ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഒരു മിഠായി ചോക്ലേറ്റ് എന്ത് സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും വലിച്ചെറിയുന്ന സ്വഭാവം നമുക്കുണ്ട്. ഇതുപോലെ ബോർഡ് വെച്ചില്ലെങ്കിലും നമ്മളതും നമ്മുടെ പരിസ്ഥിതി നമ്മൾ തന്നെ വൃത്തിയാക്കണം. ഇത് നമുക്ക് കൂടിയുള്ള ഒരു എന്താ പറയാ ഒരു അറിവും കൂടിയാണ്. അത് നമ്മളും കൂടി പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വില്ലേജും ഇതുപോലെ വൃത്തിയായിട്ടിരിക്കും. നമ്മുടെ നാട്ടിൽ കൊണ്ടുവച്ച പോലെ ആരെയും ഇട്ടില്ല. അതെ, വേശ്വാസക്കാരൊക്കെ ഇപ്പൊ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരാളിടാൻ മെനക്കിടുന്നില്ല. എല്ലാരും കഴിക്കുന്നു, എടുക്കുന്നു, എറിയുന്നു. അതാണ് ഈ സ്വഭാവം. ആ സ്വഭാവത്തിനൊക്കെ നമുക്ക് മാറ്റം വരാറായിട്ടുണ്ട് കേട്ടാ. ഇനിയെങ്കിലും മാറ്റം വരുത്തണം. ഇപ്പൊ ഇവരൊക്കെ കണ്ട് പഠിക്കാം നമ്മള്. സൂര്യചേട്ടൻ എന്താ ഓടി നടന്ന് പിക്കെടുത്തോണ്ടിരിക്കാണ്. പിക്കർ അല്ല പറഞ്ഞപ്പോ ക്യാമറയിലെ കണ്ട് വില്ലേജ് മൊത്തം ഒപ്പി എടുക്കാണ്. വില്ലേജ് പിള്ളേര് ഓടി. ഒളിച്ച ഓരോ 50 മീറ്റർ ഇടപെട്ടിട്ടും വലിയ സാധനം വെച്ചിട്ടുണ്ട്. ഈ വരുന്നവരൊക്കെ വൃത്തിയില്ലാത്തവരാന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. വില്ലേജിന്റെ ഒരു ലുക്ക് നോക്കിയേ, എന്താ കളർ ഷെയ്ഡ്. കേരള ഫിഷ് ഷോപ്പാണ് ഇവിടുത്തെ. നോക്കി ഹായ് ഹായ് നോക്കി.我看嘞，我给不上嘞。 നമ്മളതിന്റെ ഉള്ളിലോട്ട് കയറി കുറച്ചൊക്കെ കണ്ട് കയറി വന്നപ്പോ ആദ്യം പറഞ്ഞ വഴിക്ക് ഒരു ബാത്റൂം കണ്ടു കേട്ടോ. അതിനുശേഷം എന്താ വീണ്ടും ഒരു പബ്ലിക് ബാത്റൂം കണ്ടു. ഒരു വില്ലേജിന്റെ ഉള്ളിൽ 2, 3, 4 ടൈപ്പ് ബാത്റൂമുകളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫുൾ ക്ലീൻ ആണ്. ഒരു വേസ്റ്റ് എന്ന് പറയാൻ പോലും ഒന്നുമില്ല ഇവിടെ. അതുപോലെ ഈ ടോയ്ലറ്റിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം ക്ലീനും ആളും മൂത്രം വയ്ക്കുന്നുണ്ട്. സെറ്റായിട്ട് മാറ്റാം. നോക്കിയ ഒരു ചവിട്ടുപൊടി നോക്കിയ ക്ലീൻ ആണ്. നമ്മുടെ വെൽഡോട് കൊടുക്കാറുന്നു. വിറകൊക്കെ നോക്കിയാ ഒരു സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാണ് ഇവിടെ. വിറക് അല്ലാണ്ട് തിന്നാളോ ഇല്ല വെച്ചാ. ഒരു പ്രത്യേകത പറഞ്ഞാലേ ഈ കടയിൽ ആരും ഉണ്ടാവില്ല. നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക, കൊണ്ടുപോവുക. അപ്പൊ അവർ പിടിക്കാൻ തരും. അത്ര പ്രത്യേകത വന്നുണ്ട് നമ്മുടെ പെടിക്കടിക്കാൻ. ഇനി എന്തായാലും മേടിച്ചില്ലെങ്കിൽ ബ്യൂട്ടൻ ഗ്യാസ് ഹൗ മച്ച്? 100. ക്യാമറമാൻ മനസ്സിലാക്കാൻ എന്തോ കാര്യമായിട്ട് പറയാനുണ്ട്. ക്യാമറ വന്നു എന്റെ വായിലൊന്നും. അതിൽ നല്ല കണ്ടന്റ് ഉണ്ട്. കണ്ടന്റിന് കുറവില്ല. ഇതർ സ്റ്റൗ. അപ്പൊ സൂര്യചേട്ടന് വായടഞ്ഞു. ഇനി ഓൾറെഡി ഇപ്പൊ 5 ഉണ്ട്.
ഒന്ന് ഫ്രൈ ചെയ്തല്ലോ. മുയൽ അത് മുയലിന്റെ പോലെ. ബ്രെഡും കൂട്ടി പിടിക്കാനെ, ബ്രെഡും കൂട്ടിട്ട് ബ്രെഡും കൂട്ടിട്ട് ഇന്ന് ഞങ്ങൾ അവനെ പിടിക്കാൻ പോവാണ്. ബ്രെഡും കൂട്ടിട്ട് അവനെ അവൻ നിക്കണില്ലോ, പടച്ചു പോലോ. പറഞ്ഞോ പറയാൻ പറഞ്ഞ കൂട്ടുകാരായിരുന്നു. ഇത് നമ്മള് വില്ലേജിൽ നിന്ന് ഒരു സൈഡ് കൂടെ കേറി ഇപ്പുറ സൈഡ് കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഇരുട്ടാവറൊക്കെ ആയിട്ടാ. സമയം 4:40 കിട്ടാ. നോക്കി 4:40 സമയം കാണാന്. കിട്ടുന്ന ഫ്രീ ആയിട്ട് പുകയിലില്ലാത്ത ഗോൾഡാന്ന്. അത് 2 പാക്കറ്റ് വരട്ടെ. ഇപ്പൊ നമ്മള് ഒരു 5 പേരുണ്ട് കേട്ടോ. ഇപ്പൊ ഇവന്റെ അച്ചാച്ചൻ നമ്മുടെ കൂടെ ഉണ്ട്. അയ്യോ അച്ചാച്ചാ, നമ്മളെ അച്ചാച്ചട്ടാ. ഹായ്. നമ്മുടെ അതിന്റെ അച്ചാച്ചനാണ്. ആള് കൂടെ കൂട്ടിണ്ട്. ഇവന് കണ്ട തണവ് പിടിക്കാണ്ടായപ്പോ അച്ചാച്ചൻ അവിടുന്ന് ഫ്ലൈറ്റ് ഒക്കെ എടുത്തിട്ട് വന്നാട്ടാ. അത്രയും സ്നേഹാണ് ഇവനോട്. പുതപ്പിന് പകരം അച്ചാച്ചനാണ്. എൻ മകനെ ശരിക്കും ആൾക്ക് ജിഷ്ണുമായിട്ട് ചെറിയ അടുപ്പങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവന്റെ മാത്രം വീഡിയോ എടുക്കുക, ഞങ്ങളൊക്കെ 2 കൂടി എന്നുള്ളൊരു മൈൻഡിലാണ്. പിന്നെ 10 മുട്ട 10 അവന് 5 മുട്ട അവനും ഓരോ മുട്ട ഞങ്ങൾക്കും. പിന്നെ ഈ വീഡിയോയിൽ പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഞങ്ങൾക്ക് മാറ്റിരുത്തിട്ട് ഇവനെ മാത്രം പിടിച്ചോണ്ടിട്ട് അവിടെ ടോയ്ലറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമുക്കറിയില്ല, ഉദ്ദേശം എന്താന്ന് നമുക്കറിയില്ല. പക്ഷെ ആള് മാനിനാ. വരികയാണ് എനിക്ക് സംശയം. ആളെ കണ്ടിട്ടൊരു പാവാ. വരുമ്പോ തക്കിടു ഹായ് ചുമ്മാല്ലേ എനിക്കൊക്കെ ഇവിടെ ബാത്റൂം ബാത്റൂം ഇത്ര വീക്ക്നെസ് ആയിട്ടുള്ള 2 ആൾക്കാര് ഭാരതിന്റെ ആൾക്കാരാ. എവിടെ ചിന്തിക്കുന്നു അവിടെ ശൗചാലയം എന്ന് പറഞ്ഞ വാക്ക് ഇവരാണ് കറക്റ്റ് ആക്കണത്. ChatGPT പ്രണയിച്ചത് വിഷയമ വില്ലേജിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞുതരാമോ? നല്ല അഭിപ്രായം. നല്ല തന്നെയല്ലേ. വിഷമ വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്താനായില്ല. അത് ഇവന്റെ നാഗാലാൻഡിലെ കൊഹിമയ്ക്ക് അടുത്തുള്ള വിഷയമ വില്ലേജിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാമോ? സൗകര്യമില്ല. ഇടയില് വിഷയമ ഇടക്കിടക്ക് പറഞ്ഞു ആ എക്കാതിരിക്കും. നല്ല ജെമ്മിനല്ലേ. പ്രധാന വിഷയങ്ങൾ: ഗോത്ര സംസ്കാരം, ആചാരപരമായ ആഘോഷങ്ങൾ, കൃഷിയുമായി ബന്ധപ്പെട്ടത്, വനസംരക്ഷണം, പരമ്പരാഗത കൃഷിരീതി. ഇതെല്ലായിടത്തും തന്നെയല്ലേ. വില്ലേജ് അപ്പൊ പറയും പരമ്പരാഗതമായത്. അതിന് മുളിക്കറ ഇവിടെ നോക്കി ഫുള്ള് ക്ലീനാണ്. ഒരു കോഴിക്കാഷ്ടനെ വരെ കാണും. നോക്കണ താങ്ക് യു. ഇന്നലെ സൂക്കോ നല്ല ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേ നല്ല ലേറ്റായി. കണ്ട മൂക്കൊക്കെ കണ്ട ചോന്നു. പിന്നെ നല്ല ഹെവി ട്രക്കിംഗ് ആയിരുന്നേ. ഫുൾ ബോഡി പെയിനും കാരണം ലഗേജ് ഉണ്ടല്ലോ. ഒരു 20-30 കിലോ ഉണ്ടാവും. 4 പേർക്കും ഓരോ ലഗേജ് ഉണ്ട്. ടെൻറ്റും ഗ്യാസും. പിന്നെ കാരണം അവിടെ ഞങ്ങൾ ടെൻ്റ് അടിക്കാൻ നിന്നില്ല. ഇവിടെ അടുത്തുള്ള ഒരു വില്ലേജിൽ തന്നെ ഞങ്ങൾ റൂം എടുത്തു. നല്ല ചോറ്, മീൻകറി, സവോളക്കറി, നാട്ടിപ്പോയൊരു ഫീല്. പിന്നെ ചെക്കൻ്റെ ഉള്ളി വരട്ടിയതാ, വരണ്ടുള്ളി. ഒരു രക്ഷയില്ല. ഒരു പിടയ്ക്കാൻ പോയ നാട്ടിലത്തെ ഫീലേ.
അത്